വണക്കം സസ്രിയകാൽ വെൽക്കം ബാക്ക് ടു ഭാരതി റേഡിയോ. ഇന്ന് നിങ്ങളുടെ കൂടെ ആർജയായിരിക്കുന്നത് ഞാൻ ആർജെ വൈഷ്ണവി ആൻഡ് ആർജെ ജാൻവി. വൈഷ്ണവി, ആദ്യം തന്നെ നിനക്ക് റേഡിയോ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? റേഡിയോയിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക പാട്ടും ഒന്നും വേണ്ടല്ലേ. പക്ഷെ നമ്മുടെ സ്കൂളില് പാട്ടുകാർക്ക് തീരെ ക്ഷാമമില്ലാത്തൊരു സ്കൂളാണ് അല്ലേ? അതെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതെ, സോ ലെറ്റ് മീ വെൽക്കം വിത്ത് യു അഭയ് ആൻഡ് അഭിരാമി ചേച്ചി. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭവൻസ് റേഡിയോയിലോട്ട് സ്വാഗതം. ഭവൻസിലോട്ട് പിന്നെ സ്വാഗതം. താങ്ക് യു. സോ ഏട്ടനും ചേച്ചിക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത് ഫസ്റ്റ് ടൈം സ്കൂളിൽ വരുന്ന സമയത്തുള്ള? കുറെ കാലത്തിന് ശേഷമായിരുന്നു വന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചേഞ്ചസും ഒക്കെ? ഒന്നുമില്ല, ആദ്യം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ഥലവും എനിക്ക് ഓർമ്മ ഉള്ളത് പണ്ട് സ്കൂളിൽ വരുമ്പോൾ ഞാൻ ഇപ്പോൾ സിക്ക് ലീവ് എടുത്തിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. സിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം മാറി. അപ്പം റേഡിയോ വന്ന് ഭയങ്കര ഒരു പ്രോഗ്രസ് ആണ് സ്കൂളിൽ കാണുന്നത്. ഭയങ്കര സന്തോഷമാണ്. പണ്ട് നമ്മുടെ സ്കൂളിൽ റേഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് അസംബ്ലി ഹാളിൽ മൈക്കൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്യാറ്. അപ്പൊ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, ആ സമയത്തും ഇതേപോലെ സുമാമസൊക്കെ ഉള്ള സമയത്ത് നമ്മളെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു സംഭവം അതിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സ്കൂളിൽ വന്ന സമയത്ത് എന്താ മോസ്റ്റ് അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ളത്? സ്കൂൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. അപ്പം ഞാൻ അധികം ലീവൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സും ഞങ്ങൾക്ക് വെച്ചാൽ ടീച്ചർ സോ സ്കൂൾ ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. അപ്പം ഞാനങ്ങനെ യൂഷ്വലി ലീവൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് 2 years ആയിരുന്നു ഇവിടെ, 11th and 12th. പിന്നെ അമ്മ ഇവിടെ ഉള്ളത് കാരണം തന്നെ എല്ലാ ടീച്ചേഴ്സിനെയും ആദ്യമേ എനിക്ക് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയാലും. സോ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ പ്രെയർ ഉണ്ടല്ലോ ലഞ്ച് ബ്രേക്കിൻ്റെ മുന്നേ, അപ്പോൾ നിനക്ക് ഓർമ്മ ഉണ്ടോ ഇങ്ങനെ പ്രെയറൊക്കെ പാടുന്നത്? പക്ഷേ ഇല്ല, ഞങ്ങൾ പ്രെയറിന്റെ മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഓരോരുത്തർ ലഞ്ച് ബോക്സിൽ കൈയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. സോ അങ്ങനത്തെ ഓരോ മെമ്മറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഏട്ടനെ വെച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? സോ മൈസെൽഫ് അഭിരാമി. ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉക്രൈനിലാണ് പഠിച്ചത്. സോ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ലൈസൻസിങ് എക്സാം ഉണ്ട്. സോ അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. ചേട്ടനോ? ഓക്കെ, മൈ നെയിം ഈസ് അഭയ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ജേർണലിസം ഇംഗ്ലീഷിലായിരുന്നു. ബാംഗ്ലൂരിലാണ് പഠിച്ചത്, ക്രിസ്ത്യാനിറ്റി കോളേജ്. അതിനുശേഷം ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ് ഒരു ജർമ്മൻ എയർലൈൻസിൽ, ദാറ്റ്സ് കോൾഡ് ലുഫ്താൻസ എയർലൈൻസ്. അവിടെ കമ്മ്യൂണിക്കേഷൻ എംപ്ലോയി എൻഗേജ്മെന്റ് എന്നുള്ള റോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏതാണ് ഫസ്റ്റ് തന്നെ ഈ സ്കൂളുമായിട്ട് ഓർമ്മ വരുമ്പം ഏതെങ്കിലും പാട്ട് പാടിയതിന്റെ മെമ്മറീസ് ഉണ്ടോ? ഏത് പാട്ടാണ് ഫസ്റ്റ് പാടിയ ഒരു മെമ്മറി? അതൊരു മെമ്മറി അല്ല, ആക്ച്വലി ഒരു ചാപ്റ്റർ ആണ് ലൈഫിൽ. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. പാട്ടിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നിന്നുള്ള ഗൈഡൻസ് ഒക്കെ കാരണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓർമ്മയുള്ളൊരു പാട്ടുണ്ട്, അത് ഞാൻ 10 വർഷം മുന്നേ പാടിയൊരു പാട്ടാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ മ്യൂസിക് ഡേന് ഇവിടെ പാടിയൊരു പാട്ടാണ്. സോ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പാടിത്തരാൻ പറ്റുമോ? ഉറപ്പായിട്ടും.